ഇനി ഞാൻ ഒരു കാര്യം മിണ്ടാതിരുന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇത് ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിൽ എന്റെ ലൈഫ് ഞാൻ ഒരാളെ വിവാഹം കഴിച്ചപ്പോ തൊട്ട് അല്ലെങ്കിൽ അയാളെ നിങ്ങൾ വരാതെ 2019 ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത്. അതും വീട്ടിൽ നിന്ന് ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ വെറുതെ ബാഗാലെ ഇറങ്ങിപ്പോന്ന ഒരാളാ. ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്ന എന്റെ ഡിഗ്രിക്ക് സപ്ലൈ കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ, പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ പോലീസ് സ്റ്റേഷൻ കയറ്റിയിട്ടുണ്ടെന്നറിയോ? അതെ. നമസ്കാരം. ഇച്ചായൻ ഫൈനലി ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടേ അറിയാം. ഞാൻ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുഞ്ഞാറ്റേനെയാണ്. കാരണം കുറേ സ്ക്രീൻഷോട്ടുകളും കുറേ റെക്കോർഡിങ്ങുകളും കേട്ടതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ കുഞ്ഞാറ്റേനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇച്ചായൻ്റെ സൈഡിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അതും സംസാരിക്കേണ്ടത് എൻ്റെ സൈഡിലൊരു മാന്യത ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും കുഞ്ഞാറ്റയ്ക്കെതിരോ ഇച്ചായനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ല. ഇച്ചായൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ 100% ഇച്ചായൻ്റെ സൈഡിൽ നമ്മളുണ്ടാവും. ആളുടെ പേര് അമലാണെന്നും കുഞ്ഞാറ്റേൻ്റെ പേര് ജിസ്ബി ആണെന്നും, എന്നാൽ എൻ്റെ വീഡിയോ കാണുന്ന നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകർക്ക് ഇച്ചായൻ കുഞ്ഞാറ്റ എന്ന പേരിലാണ് ഇവർ അറിയുന്നത്. സോ അധികം ഡയലോഗ് ഇളക്കാണ്ട് നമുക്ക് ബാക്കി കണ്ടന്റിലോട്ട് പോകാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ആദ്യം തന്നെ വളരെ രോക്ഷാകുലമായിട്ടാണ് ഇച്ചായൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിന് 2 റീസൺ ഉണ്ടാവാം. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് തൻ്റെ സത്യങ്ങൾ അല്ലെങ്കിൽ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം കുഞ്ഞാറ്റ പുറത്തു പറയുമോ, പുറത്തു പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തെ നെഗറ്റീവ്ലി ബാധിക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ഒരു റീസൺ. രണ്ടാമത്തത് കുഞ്ഞാറ്റേൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടായിട്ട് ആ തെറ്റൊന്നും പുറത്തു പറയാണ്ട് എന്നെ മാത്രം ക്രൂശിക്കുന്നു എന്നുള്ളൊരു ഇമോഷനും ആവാം, ഏതും ആവാം. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കയറാം. വീട്ടുകാരെ വെറുപ്പിച്ച, എന്റെ ബന്ധുക്കളെ വെറുപ്പിച്ച, ഞാൻ ഒരു വൈദികനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിയിൽ വരെ വന്ന് നിന്നൊരാളാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഞങ്ങൾ യാക്കോബിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം, അതൊരിക്കലും ഒരു തെറ്റല്ല എന്ന് ഓർത്ത് ഞാൻ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്ക് കൊടുത്തോണ്ട് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, വേണ്ടപ്പെട്ട ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു, അവൾ മരിച്ചാലും അവളെ ചങ്ങലക്കിട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് തന്നെ കെട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തതാ. ആ വാക്ക് കൊടുത്ത് ഞാനൊരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും മേടിക്കാണ്ട് 2019 ഞാൻ നമ്മുടെ പെരുമ്പാവൂർ എന്നെ എത്ര തവണ ഇറക്കി വിട്ടുന്നറിയോ? എത്ര തവണ ഇറക്കി വിട്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇച്ചായൻ പറഞ്ഞത് അവരുടെ വിവാഹത്തെ കുറിച്ചാണ്. ഇച്ചായൻ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് 2 വീട്ടുകാരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വിവാഹമല്ല എന്നുള്ളത്. ആൻഡ് ഇവർ 2 പേരും ചെറിയൊരു പ്രായത്തിലാണ് വിവാഹത്തിലോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനോ ഇച്ചായന് വേണ്ട വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അതിന് നാട്ടുകാരും കുടുംബക്കാരും ഒന്നും പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. പഠിക്കേണ്ട സമയം പഠിക്കണം, ജോലി ചെയ്യേണ്ട സമയം ജോലി ചെയ്യണം, കല്യാണം കഴിക്കേണ്ട സമയം കല്യാണം കഴിക്കണം. ഒരു പ്രണയിച്ചു എന്ന് കരുതി സ്വന്തം വിദ്യാഭ്യാസം കളയരുതായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കുഞ്ഞാറ്റേനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് 2 പേരും ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിക്കായിരുന്നു. അങ്ങനെ പഠിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അതൊരു കാര്യം. പിന്നെ ഒരു പ്രണയബന്ധമാവുന്ന സമയത്ത് പെണ്ണ് വീട്ടുകാരായിരിക്കും എപ്പോഴും കുറച്ച് സ്ട്രോങ്ങർ ഉണ്ടാവുക. നമ്മളൊരു 100 പ്രണയത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 95% ആ പ്രണയത്തിന് ഒരു ഓക്കെ അല്ലാണ്ട് നിൽക്കുന്നത് പെണ്ണ് വീട്ടുകാരായിരിക്കും. ആൺ വീട്ടുകാർ കുറച്ചും കൂടെ അതിനെന്തായിരിക്കും, സപ്പോർട്ടായിരിക്കും. ചിലപ്പം അന്ന് അവരുടെ ഒരു മെൻറ്റാലിറ്റീൻ്റെ പുറത്ത് ചിലപ്പോൾ പെണ്ണ് വീട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. അതാ ഇച്ചായൻ പറയുന്നത്, ഞങ്ങൾ ആർക്ക് കെട്ടിച്ചു കൊടുക്കാനും നിനക്ക് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തി അവളോടുള്ള ആത്മാർത്ഥതേൻ്റെ പുറത്ത് ഞാൻ കെട്ടി എന്നുള്ളത്. ഇച്ചായൻ അതാണ് കേട്ടതെങ്കിൽ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്ക് പേഴ്സണലി ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ റിലേഷൻഷിപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തൊക്കെ അനുഭവിക്കും എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ പിടിച്ച സമയത്ത് അടി, ചവിട്ട്, കുത്ത്, ഭീഷണി, ഫോണറിന് പൊട്ടിക്കല്, അവളൊന്നിനും സമ്മതിക്കാണ്ട് സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് നിൽക്കുന്ന കുറേ സിറ്റുവേഷനിൽ കൂടെ അവളും കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു 20% മാത്രമേ ആ ഓപ്പോസിറ്റുള്ള ചെക്കൻ്റെ അടുത്ത് വീട്ടുകാർ കാണിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ പരസ്പരം സ്നേഹിച്ചതാണ്. അപ്പോൾ കല്യാണത്തിലോട്ട് വരുന്ന സമയത്ത് 2 പേരുടെയും മ്യൂച്വൽ തീരുമാനമാണ്. 2 പേരും എടുത്തിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ 2 പേരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ 2018 ഞാൻ 19 ഞാൻ രജിസ്റ്റർ ചെയ്ത. എന്നിട്ട് ഹോസ്റ്റലിൽ കാര്യങ്ങൾ എറണാകുളത്തായിരുന്നു നിന്നോണ്ടിരുന്നത്. അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ ഇരുന്നിട്ടുണ്ട്.
ഞാനൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവും. എനിക്ക് ഒരിക്കലും ഒരാളെ നാണം കെടുത്തണമെന്നില്ലാത്തതുകൊണ്ടാണ് ഉള്ള നാണക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സഹിതം മിണ്ടാണ്ട് ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒതുങ്ങി പോകാൻ നോക്കണേ. ആ എന്നെ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ. ഇച്ചായൻ പറയുന്ന ഈ ഒരൊറ്റ കാര്യത്തിനോട് എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. ഒതുങ്ങിപ്പോകുന്നു എന്ന് ഇച്ചായൻ ഒരിക്കലും പറയല്ല. താങ്കൾ താങ്കളുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും വാട്ട് യു ആർ ഡൂയിങ് എന്നുള്ളത്. പറയുന്നത് പോലെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതും കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതും പാട്ടും ഡാൻസും വീട് പണിയും ഒക്കെയാണ് കാണിക്കുന്നതും ആ തമ്മിലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കൺവേ ചെയ്യുന്ന പല കാര്യങ്ങളും കാണുന്ന വ്യക്തികൾ കുഞ്ഞാറ്റേനെ തന്നെ കുറ്റം പറയും. ഇത്രയും ദിവസം നിങ്ങളിട്ട കണ്ടന്റിന്റെ ഭാഗമായി കുഞ്ഞാറ്റയ്ക്ക് കേട്ട ചീത്തവിളി, കുഞ്ഞാറ്റയ്ക്ക് കേട്ട തെറിവിളി, കുഞ്ഞാറ്റയ്ക്ക് വന്ന നെഗറ്റീവ് കമന്റുകൾ, കുഞ്ഞാറ്റയ്ക്ക് വന്ന DM, ഇതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞാറ്റ പല കാര്യങ്ങളും പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാവില്ല, ഞാൻ പറഞ്ഞേ പറ്റൂ. എനിക്ക് അത്രയും വിഷമമുണ്ട്. എനിക്ക് അത്രയും വിഷമമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. ആ വ്യക്തി വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് എന്റെ കൂടെ ജീവിച്ചെങ്കിൽ വൈറലായിട്ട് എന്താ ഇൻഫ്ലുവൻസ്. എനിക്കൊരു കുഷ്ടമില്ല. പിന്നെ 2023 ഈ പറയുന്ന വ്യക്തി കാണിച്ച തെണ്ടിത്തരം എന്നാന്നുള്ളത് ഞാൻ ഇതിവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം. എന്റെ കയ്യിൽ തെളിവുകൊണ്ട് ഞാൻ അതിനുള്ള ആളുകളെ വെച്ച് ഞാൻ വീഡിയോ വരാൻ ചെയ്യും. ഈ പുള്ളിക്കാരത്ത് കാണിച്ച പരിപാടി എന്നാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ വ്യക്തി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് കൗൺസിലർ അല്ലേ എന്ന നിലയിൽ ഞാൻ പറയാണ്, ആളിപ്പോൾ കറന്റ് നല്ലൊരു മെന്റൽ സിറ്റുവേഷനിലല്ല ആള് നിൽക്കുന്നത്. ആള് പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെന്റലി വലിയൊരു ബ്രേക്ക് ഡൗൺ കൂടിയാണ് ആൾ കടന്നു പോകുന്നത്. പറയുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നില്ല, പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് പറയുന്നത്, എല്ലാമാണ്. ഇവിടെ ഇച്ചായൻ പറഞ്ഞ ഒരു സാധനമുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത്. ഹാറ്റ്സ് ഓഫ് ഇച്ചായ, ഹാറ്റ്സ് ഓഫ്. അറ്റ്ലീസ്റ്റ് അത് സമ്മതിക്കാൻ തോന്നിയല്ലോ. എത്രയോ ആൾക്കാർ തെറ്റ് ചെയ്തിട്ടും സ്വന്തം തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയാൻ കാണിച്ച ആത്മാർത്ഥതയെ ഞാൻ ക്ലാപ്പ് അടിക്കുന്നു. കാരണം നല്ലത് ചെയ്തത് നല്ലതെന്ന് തന്നെ പറയണല്ലോ. ഇതിനിടയിൽ 2023 കുഞ്ഞാറ്റ് ചെയ്ത പല കാര്യങ്ങളും ഞങ്ങൾ പുറത്തു വിടും എന്നുള്ളത്. ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ വീഡിയോയിൽ ഈ പെർട്ടിക്കുലർ ഇച്ചായൻ അല്ലെങ്കിൽ അമലിനെ പറ്റി മോശമായി കമൻറ്റ് പറഞ്ഞത് ഒരിക്കലും എൻ്റെ അസംഷൻ്റെ പുറത്തല്ല. ഞാൻ പലതും കാണാനിടയായതിൻ്റെ ഭാഗമായിട്ടാണ്. പല സ്ക്രീൻഷോട്ടുകളും പല റെക്കോർഡിങ്ങുകളും ഞാനൊന്നും എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഇതങ്ങനെ പറയാൻ പറ്റുന്നൊരു വിഷയമല്ല. അത് പറഞ്ഞാൽ ആ വ്യക്തിൻ്റെ ലൈഫിനെ എത്രത്തോളം ബാധിക്കും എന്നൊരു തിരിച്ചറിവ് എനിക്ക് പേഴ്സണലി ഉള്ളത് കൊണ്ടാണ് ഞാനൊരു കാര്യവും ഷെയർ ചെയ്യാത്തത്. ഇവിടെ ഇച്ചായൻ തന്നെ വന്ന് പറഞ്ഞു 2023 എന്തോ തെറ്റുകരമായിട്ടുള്ളൊരു കാര്യം കുഞ്ഞാറ്റ ചെയ്തിട്ടുണ്ട്. ഇച്ചായൻ ഇത് എന്താണെന്ന് പറയാണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ പല കാര്യങ്ങളും കാണേണ്ട ഒരു ഇടം നമ്മളുടെ ഇടയിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളപ്പോൾ കുഞ്ഞാറ്റേനെയും പറയും. നമ്മളിവിടെ നോക്കുന്ന സമയം നമുക്ക് കിട്ടിയ തെളിവടിസ്ഥാനത്തിൽ അമലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് പറയുന്നത്. ആൻഡ് ഇച്ചായനോടും കുഞ്ഞാറ്റേനോടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷനിലോട്ട് കൊണ്ടുപോയി ഇടുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വള്ളി എന്ന് പറഞ്ഞത്. 2023 ഈ പറയുന്ന വ്യക്തി ഈ ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പുള്ളിക്കാരി അതിന്റെ ബേസ് ചെയ്ത് ഈ പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാ. എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടുകാരാണ്, എന്റെ അപ്പനും അമ്മയുമാണ്, ഇവളുടെ കൈയും കാലും പിടിച്ച ഇവള് പറഞ്ഞ് ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കി ഇവള് ചാവും അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ അപ്പനും അമ്മയും തന്നെയാണ് പറഞ്ഞത്, മോളെ അവനൊരു അവസരം കൊടുക്ക. പറ്റിപ്പോയതായിരിക്കാം. കാരണം ഞങ്ങൾ ജീവിച്ചപ്പോ തൊട്ടുണ്ടായ അനുഭവങ്ങൾ എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം, എന്റെ കൂട്ടുകാർക്ക് അറിയാം, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിക്ക് ചങ്ങി കൈ വെച്ചിട്ട് പറയാൻ പറ്റുമോ? ഒരു തുള്ളി പോലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചങ്ങി കൈ വെച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. നീ പിന്നെ ഈ പറയുന്ന വ്യക്തി പോസ്റ്റ് ഇട്ടു. ഓഗസ്റ്റ് 4-ാം തീയതി ആണ് ഈ പ്രശ്നം ഉണ്ടായത്. അമലിന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അമലിന്റെ അമ്മ കുഞ്ഞാറ്റേന്റെ അടുത്ത് ചെന്നിട്ട് ഒരു അവസരം ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരു തെറ്റ്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വരുന്ന ക്ലയൻസിൻ്റെ അടുത്തോ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ അവിഹിതം പോലെയുള്ള കേസുകൾ പെണ്ണുങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുവോളം അവർ മറക്കില്ല. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നിങ്ങളെ കുടിയിലോട്ട് കയറ്റി നിർത്തുന്ന ആ സമയം വരെ അവരുടെ മനസ്സിൽ ആ കാര്യം പോകും. കാരണം അത്രത്തോളം അവരെ മെൻ്റലി ബാധിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പം മേ ബി ഒരു തവണ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി ചിലപ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിലും അത് അവരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ടാവും. പിന്നെ താങ്കളുടെ സൈഡിൽ നിന്ന് ഈ മിസ്റ്റേക്ക് റിപ്പീറ്റഡ്ലി വരുമ്പം അത് അവരെ മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും.
ഇപ്പോൾ 2023 തെറ്റ് ചെയ്തു എന്ന് പറയുകയല്ലാണ്ട് എന്ത് തെറ്റ് ചെയ്തു, എങ്ങനെ ചെയ്തു, എവിടുന്ന് ചെയ്തു എന്നുള്ള കാര്യം പറയാത്തിടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. 4-ാം തീയതി ആണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ചാറ്റും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലീഗിൽ പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നുള്ളത്. ഞാൻ പലരുടെ ഞാൻ കേൾപ്പിച്ചു തരാം. കാണിച്ചു തരാം. ഞാനൊരു കാര്യം പറയാം, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഒരാളെ ഇത് കാണിച്ചോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇതായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അങ്ങനെ നടന്നിട്ടില്ല. ഈ പറയുന്ന വ്യക്തി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഞാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ ഒരു വീഡിയോ ചെയ്താ നിങ്ങൾ പറയുന്ന എല്ലാ കുറ്റങ്ങളും അനുഭവിച്ച് ഞാൻ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ. ഞാൻ പൊക്കോളാം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചെയ്തതിന് ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ ഈ കാട് അടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള വർത്താനം പറഞ്ഞു നിന്നാ ഇനി എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും സീക്രട്ടായി വെക്കാനാണ് അവർക്ക് ആഗ്രഹം ഉണ്ടാവുക. കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും കാലം ഈ പെർട്ടിക്കുലർ അമൽ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് അവരവരുടെ റിലേഷൻ കഴിഞ്ഞതും നിങ്ങളുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ വരെ യൂട്യൂബിൽ വന്ന് കാണിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു പേരായി. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ സെപ്പറേറ്റ് ആവുന്ന സമയം അവിടെ ഒരു ചോദ്യം വരികയും ആ ചോദ്യത്തിന് റിപ്ലൈ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ താങ്കളുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അനുഭവിച്ചു എന്ന് പറയുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നിട്ട് ഇത് പേഴ്സണലി പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അവർ പറയുക? കാരണം സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ആക്കി എന്നുള്ളത് ഈ പർട്ടിക്കുലർ തെളിവോ കാര്യങ്ങളോ അവർ ചിലപ്പോൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഈ കുഞ്ഞാറ്റേൻ്റെ കയ്യിൽ മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വെല്ലുവിളിയൊന്നും നടത്തണ്ട. ഇതൊരു പോസിബിൾ ആയിട്ടുള്ള സാധനമല്ല. ഈ മീറ്റു ക്യാമ്പയിൻ ഒന്നുമല്ല. ഇവർ വന്ന് പറയുന്നത് പോലെ ഈ ചാറ്റിൽ കൂടെ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുള്ള ആൾക്കാർ വളരെ പബ്ലിക്കായി വന്ന് പറയുക എന്നുള്ളത്. താങ്കളിപ്പോൾ കറൻ്റ്ലി ഇമോഷണലി വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ താങ്കൾ പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ടോ താങ്കൾ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടോ താങ്കൾക്കൊരു തിരിച്ചറിവില്ല. റൈറ്റ് നൗ വേണ്ടത് യു നീഡ് ടു ഗോ ഫോർ എ ഗുഡ് കൗൺസിലിംഗ്. ഞാൻ സജസ്റ്റ് ചെയ്യാണ് നല്ലൊരു കൗൺസിലിങ്ങിന് പോവുക. മനസ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുക. അതിനുശേഷം കൗൺസിലർ പറയുന്ന രീതിയിൽ കുറച്ച് മുന്നോട്ടൊന്ന് പോകാൻ ശ്രമിച്ചു നോക്കുക. താങ്കളിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. കാരണം അത്രയ്ക്ക് മെൻ്റലി ആൻഡ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ വളരെ സൈലൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് ഇവിടെ നിർത്താം. അത്ര എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ചെയ്യുമ്പം എന്റെ പേരിലുള്ള തെളിവുകള് നിങ്ങൾ സത്യമായിട്ട് ഞാൻ തന്നെയാണെന്നുള്ളത് തെളിയിച്ച് അതിനുള്ള തെളിവുകൾ നിങ്ങൾ നിരത്തിയിട്ട് നിങ്ങൾ ചെയ്തോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, മനുഷ്യനാണെന്ന് നിങ്ങൾ ഓർത്തോ. നാളെ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു അവസരം വരാം. ഈ പറയുന്ന എല്ലാവർക്കും ഒരു അവസരം വരാം. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തികളുടെ അടുത്ത് ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അനുഭവിക്കുന്നതിനൊരു പരിധി എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് അല്ല എന്ന് എന്റെ എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണ് വന്ന് പറഞ്ഞ എല്ലാം നിങ്ങൾ സമ്മതിക്കണോ? ഈ ആണിനൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? തെറ്റ് പറ്റിയിട്ടുണ്ടെന്നേ ഇല്ലെന്ന് ഞാൻ. ഓക്കെ, ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കറക്റ്റായിട്ട് തെളിവും സ്ക്രീൻഷോട്ടുകളും കാണിക്കാണ്ട് നിങ്ങളൊന്നും സംസാരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളൊന്നും പറയരുത് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടു. തെളിവും സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. ആ തെളിവും സ്ക്രീൻഷോട്ടുകളും നമ്മുടെ ഇവിടെ ഇട്ട് സംസാരിക്കാത്തത്, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോക്കാർ എന്ന നിലയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കല്ല. ഞങ്ങളുടെ തമ്നയിലും ഞങ്ങളുടെ ടൈറ്റിലും പോലെയല്ല ഞങ്ങളിവിടെ പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പലതും സംസാരിക്കുന്നത്. നമ്മുടെ ഭാഷയാണെങ്കിലും സംസാരിക്കുന്ന രീതിയാണെങ്കിലും പ്രശ്നങ്ങൾ വരരുത് എന്ന രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്ത് ഇനി അതിലും വലിയ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു കാര്യം ഒരു വ്യക്തിനെ കുറിച്ച് ഞങ്ങൾ പറയില്ല. ആൻഡ് ഞങ്ങൾ പറഞ്ഞ കാര്യം ഇല്ലാത്ത ഒന്നാണെങ്കിൽ ഇച്ചായൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ വന്ന് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ക്ഷമ പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ തെറ്റേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇവിടെ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഏത് വിഷയത്തിലാണോ തെറ്റ് പറയുന്നത് ആ തെറ്റാണ് ഞങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി കണ്ടിട്ടുള്ളത്. ഞങ്ങളത് പറയാത്തത് നിങ്ങൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് പേഴ്സണലി എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഒരു നല്ലൊരു കണ്ടന്റ് ആക്കാം, നല്ലൊരു റീച്ചിലോട്ട് പോകാം. പക്ഷേ നിങ്ങൾ എത്ര എഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റ വീഡിയോ ഇട്ടപ്പോഴേക്കും നിങ്ങൾ മെൻ്റലി ഇത്രത്തോളം ഡൗൺ ആയി.
പക്ഷെ നിങ്ങൾ എത്ര ദിവസമായി എന്തൊക്കെ വീഡിയോസാണ് ഇടുന്നത്? അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ ഇനി യൂട്യൂബ് ചാനലിലുള്ള എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനോടും പറയാനുള്ള ഒരു റിക്വസ്റ്റ്, പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് പേഴ്സണലാക്കിയിട്ട് വെക്കുക. ആ ഒരു പോസ്റ്റ് കുഞ്ഞാറ്റ ഷെയർ ചെയ്യുന്നതോടുകൂടി ഈ ചാപ്റ്റർ അവിടെ അവസാനിച്ചേനെ. നിങ്ങൾ അതിനെപ്പറ്റി റിപ്ലൈയും കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ വ്ളോഗ് ഇട്ട് പോവുക. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ എന്തൊക്കെ കമൻറ്റ് വരുന്നുണ്ട്, എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ റിപ്ലൈ കൊടുക്കാനും ഇതൊക്കെ പ്രൂവ് ചെയ്യാനും നിൽക്കുകയാണെങ്കിൽ എനിക്കിതിന് മാത്രമല്ലേ നേരമുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ്, നിനക്കൊന്നും വേറെ പണിയില്ലേന്ന്. എൻ്റെ പൊന്നു ചേട്ടാ, 7:45 പോയിട്ട് രാത്രി 6 മണിക്കാണ് ഞാൻ കയറി വരുന്നത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാതിരിക്കുന്ന സമയം എത്ര എക്സാക്ട് ഞാൻ നോക്കട്ടെ, 7:12. ഈ 7:12 ഞാനിവിടെ വീഡിയോ എടുക്കാനിരിക്കുന്നത്. ഇനി ഞാൻ കുളിച്ച് ഫ്രഷായി വരുമ്പോൾ 9 10 മണിയാവും. അപ്പം ഈ എന്നോടാണ് നിനക്കൊന്നും പണിയില്ലേ പറയട്ടെ, പറയുന്നവർ പറയട്ടെ, ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. അത് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇച്ചായൻ്റെ കണ്ടൻറ്റായിട്ടും കുഞ്ഞാറ്റേൻ്റെ കണ്ടൻറ്റായിട്ടും പോവുകയാണെങ്കിൽ അവിടെ ഒരു വിഷയമല്ല. മിക്കുവിനെ കാണിക്കുന്നില്ല, മിക്കുവിനെ കാണാൻ പോയിട്ട് എനിക്കത് നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല അലിഗേഷൻ നിങ്ങൾ അവരെ ഇടയിൽ ഇടുന്നത് കൊണ്ടാണ് അവരിത് ചെയ്തത്. ഇനിയും ഞാൻ പറയാം, ഇവിടം കൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ഈ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ട് അവനവൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാം. അല്ല, നിങ്ങൾ ഇതെടുത്ത് എറിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാണകം വാരി എറിയുന്ന അവസ്ഥയിലോട്ട് പോകും. സോ അത്രേ പറയാനുള്ളൂ. വീണ്ടും പറയുകയാണ്, അമൽ, യു ക്യാൻ ഗോ ഫോർ എ കൗൺസിലിംഗ്. അത് താങ്കൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.